ഓക്കെ, അപ്പൊ ഇതിന്റെ ടാക്സബിൾ വാല്യൂ എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക? അപ്പൊ ഇവിടെ നോക്കി നോക്കൂ, ഇയാള് അതായത് എംപ്ലോയി കൊടുക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് 6.35 ആണ്, SBIയുടെ ഇൻട്രസ്റ്റ് റേറ്റ് 9.25 ആണ്, ഇയാൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എത്രയാണ്? 2.90 ആണ്. അപ്പൊ ഇതിന്റെ ടാക്സബിൾ വാല്യൂ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നു? 50,000ന്റെ 2.90% കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പൊ നമുക്കൊരു എമൗണ്ട് കിട്ടും. ഈ എമൗണ്ട് ആണ് എന്ത്? ടാക്സബിൾ വാല്യൂ. ഫ്രീ, അതായത് ഇപ്പോ ഇവിടെ ഫ്രിഞ്ച് ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഈ എംപ്ലോയർ കൺസെഷണൽ റേറ്റിലാണ് എംപ്ലോയിക്ക് എന്ത് കൊടുക്കുന്നത്? ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ആദ്യം നമ്മൾ എത്ര ഇൻട്രസ്റ്റ് റേറ്റിലാണ് എംപ്ലോയർ വാങ്ങുന്നത് എന്ന് നോക്കുക. അപ്പൊ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ 6.35 ആണ്. ദെൻ SBI എത്രയാണ് അതിന് വാങ്ങുന്നത് എന്ന് നോക്കുക. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ 9.25% ആണ്. ദെൻ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? എത്ര ബെനിഫിറ്റ് ആണ് ഇപ്പൊ ഈ എംപ്ലോയിക്ക് കിട്ടിയത്? എത്ര പെർസെന്റേജ് ബെനിഫിറ്റ് ആണ് കിട്ടിയത്? 9.25 മൈനസ് 6.35 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് അതിന്റെ ഒരു ഡിഫറൻസ് 2.90 ആണ്. ഈ 2.90% ആണ് നമ്മൾ എന്താണ് ഈ 50,000ന്റെ മുകളിൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതാണ് എന്ത്? ഈ ഇൻട്രസ്റ്റ് റേറ്റിന്റെ ടാക്സബിൾ വാല്യൂ. ഓക്കെ, അടുത്തൊരു ഫ്രഞ്ച് ബെനിഫിറ്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ദി വാല്യൂ ഓഫ് ട്രാവലിംഗ്, ടൂറിംഗ് ആൻഡ് എനി അതർ എക്സ്പെൻസസ് പെയ്ഡ് ബൈ ദി എംപ്ലോയർ. അല്ലെ, ഇവിടെ എന്താ പറയുന്നത്? ഒരു എംപ്ലോയിക്ക് വേണ്ടിയിട്ട് ട്രാവലിംഗ് അല്ലെങ്കിൽ എംപ്ലോയിയുടെ ഫാമിലിക്ക് വേണ്ടിയിട്ടോ ചില യാത്രകൾ നടത്തിയതിനോ അല്ലെങ്കിൽ ടൂർ പോലെയുള്ള പ്രോഗ്രാമുകൾ നടത്തുമ്പോഴോ എംപ്ലോയർ ഈ എംപ്ലോയിക്ക് വേണ്ടിയിട്ടുള്ള എക്സ്പെൻസസ് എടുക്കുകയാണ്. അത് ഈ എംപ്ലോയിക്ക് ബെനിഫിറ്റ് ആണല്ലോ. ആ ബെനിഫിറ്റ് കിട്ടുന്നതിന് എംപ്ലോയി എന്ത് ചെയ്യണം? ടാക്സ് അടക്കണം. അയാളുടെ ടാക്സബിൾ സാലറിയിൽ ഇതിന്റെ വാല്യൂ അയാൾ ആഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇവിടെ എങ്ങനെയാണ് ഇതിന്റെ വാല്യൂ ആഡ് ചെയ്യുക? ഒന്നുമില്ല. ഇതിന്റെ ടാക്സബിൾ വാല്യൂ ഈസ് ഈക്വൽ ടു എന്താണ്? എംപ്ലോയർ എത്രയാണോ ഈ എംപ്ലോയിയുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട്, അഥവാ ഈ ടൂറിന് വേണ്ടിയിട്ടും ഈ ട്രാവലിംഗ് എക്സ്പെൻസസിനൊക്കെ വേണ്ടിയിട്ട് എംപ്ലോയറുടെ കയ്യിൽ നിന്ന് എത്രയാണോ ചെലവായത് അതാണ് ഇതിന്റെ ടാക്സബിൾ വാല്യൂ. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ടൂർ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എംപ്ലോയർ ഈ എംപ്ലോയിയുടെ എക്സ്പെൻസസ് ഒക്കെ പേ ചെയ്തു. അതായത് ഒരു 10,000 എക്സ്പെൻസസ് പേ ചെയ്തു എന്ന് വിചാരിച്ചോ. അപ്പൊ ഇതിന്റെ ടാക്സബിൾ വാല്യൂ ഈസ് ഈക്വൽ ടു 10,000. ഓക്കെ, ഇനി വേറൊരു കണ്ടീഷൻ എന്താന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ എല്ലാവർക്കും ഇപ്പോൾ എല്ലാ എംപ്ലോയീസിനും സെയിം ഫെസിലിറ്റി ആണ് കൊടുത്തിട്ടുള്ളത് എങ്കിൽ, അല്ലെ, അതായത് എല്ലാ എംപ്ലോയീസിനും സെയിം ഫെസിലിറ്റി ആണ്, അതായത് സെയിം എക്സ്പെൻസും സെയിം ഫെസിലിറ്റി ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു പാക്കേജ് ആണ് എന്നുണ്ടെങ്കിൽ, ഇപ്പോഴാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് എംപ്ലോയർ എത്ര രൂപയാണോ എംപ്ലോയിക്ക് വേണ്ടിയിട്ട് ചെലവാക്കിയത് അത് 10,000 ആണ് നമ്മുടെ എക്സാമ്പിളില്. മൈനസ് ഇനി എംപ്ലോയിയുടെ അടുത്ത് നിന്ന് എന്തെങ്കിലും ചെലവുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് എംപ്ലോയിക്ക് കുറക്കാട്ടോ. ഇപ്പൊ ഇതിൽ 2,000 രൂപ എംപ്ലോയി എടുത്തിട്ടുണ്ട്, ബാക്കി 8,000 രൂപ ആണ് എംപ്ലോയറിന്റെ കയ്യിൽ നിന്ന് ചെലവായിട്ടുള്ളത് എങ്കിൽ അതാണ് എന്ത്? ടാക്സബിൾ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇനിയിപ്പോ ഒരു ഒഫീഷ്യൽ ടൂർ ആണ് നമ്മൾ, അതും ഫാമിലിയുടെ കൂടെയാണ് പോകുന്നതെങ്കിൽ. ഒഫീഷ്യൽ ടൂർ എന്ന് പറയുമ്പോൾ നമ്മള് എന്താണ്, ഓഫീസ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടൂറാണ്, പക്ഷെ ഫാമിലിയും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതും ഒരു ഫ്രിഞ്ച് ബെനിഫിറ്റ് ആണ്. എങ്ങനെ ഫ്രിഞ്ച് ബെനിഫിറ്റ് ആവും? നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഓഫീസ് പർപ്പസിന് വേണ്ടിയിട്ട് എംപ്ലോയർ എന്തെങ്കിലും ചെലവാക്കിയിട്ടുണ്ടെങ്കിൽ അതെന്തല്ല? ഫ്രിഞ്ച് ബെനിഫിറ്റ് അഥവാ പെർക്വിസൈറ്റ് അല്ല എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ എങ്ങനെയാ ഫ്രിഞ്ച് ബെനിഫിറ്റ് ആവുന്നത്? ഇവിടെ ഫാമിലിയും കൂടെ ഇയാൾ ഉൾപ്പെടുത്തുന്നുണ്ട്. സോ എംപ്ലോയർ ഈ എംപ്ലോയിയുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെലവാക്കിയിട്ടുണ്ടെങ്കിൽ ആ മുഴുവൻ എമൗണ്ടും എന്താണ്? ടാക്സബിൾ വാല്യൂ ആണ്. ദെൻ ഇനി അടുത്തൊരു ഇത് റിലേറ്റഡ് ആയിട്ടുള്ള വേറൊരു പോയിന്റ് ആണ് ഒഫീഷ്യൽ ടൂർ പ്ലസ് ഹോളിഡേ എക്സ്റ്റൻഷൻ. ഇപ്പൊ ഹോളിഡേ പീരീഡ്സിൽ വരുന്ന, അതായത് ഒരു ഹോളിഡേ പീരീഡിലുള്ള ഒരു ഒഫീഷ്യൽ ടൂർ ആണ് എന്നുണ്ടെങ്കിൽ ഹോളിഡേ പീരീഡ്സിൽ വരുന്ന എക്സ്പെൻസസ് മാത്രം ടാക്സബിൾ ആവും. അതായത് ഇപ്പോ നമ്മളിപ്പോ ഒരു ഒഫീഷ്യൽ ടൂർ കണ്ടക്ട് ചെയ്തു, ദെൻ അതൊരു ഫ്രൈഡേ ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്, ദെൻ സൺഡേ ഹോളിഡേ ആണ്. ആ ഹോളിഡേയിൽ വരുന്ന എക്സ്പെൻസസ് മാത്രം നമ്മൾ ടാക്സബിൾ പെർക്വിസൈറ്റ് ആയിട്ട് നമ്മൾ കണ്ടക്ട് ചെയ്യും. അപ്പൊ ഇവിടെ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എംപ്ലോയർ ഈ എംപ്ലോയിയുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് ഈ ടൂർ പ്രോഗ്രാമുകൾക്കോ അല്ലെങ്കിൽ ഈ ട്രാവലിംഗ് എക്സ്പെൻസസുകളൊക്കെ എന്തെങ്കിലും പേ ചെയ്തിട്ടുണ്ടെങ്കിൽ അതാണ് ഇവിടത്തെ ടാക്സബിൾ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ,
ദെൻ ഇനി അടുത്തൊരു കേസാണ് ഫ്രീ ഫുഡ് ആൻഡ് ബിവറേജ് അല്ലെ, നോൺ ആൽക്കഹോളിക് ബിവറേജസ്. ഓക്കെ, എന്താ ഇവിടെ പറയുന്നത്? ഇപ്പോ ഒരു ഓഫീസ് ടൈമില് എംപ്ലോയർ എംപ്ലോയിക്ക് വേണ്ടിയിട്ട് ചെറുതായിട്ട് ടീയോ അല്ലെങ്കിൽ കോഫി അല്ലെങ്കിൽ ചെറിയൊരു സ്നാക്സ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ അതെന്തല്ല, ടാക്സബിൾ വാല്യൂ നില്ലാണ്. അതിന് ടാക്സ് കൊടുക്കൊന്നും വേണ്ട. ഇപ്പൊ എല്ലാ അധിക ഓഫീസുകളിലും സാധാരണ ടീ ഓർ കോഫി എംപ്ലോയീസിന് ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ കൊടുക്കാറുണ്ട്. അതിന് എന്ത് കൊടുക്കണ്ട? ടാക്സ് കൊടുക്കണ്ട. ടാക്സബിൾ വാല്യൂ നില്ലാണ്. ദെൻ വേറെ ഇനിയിപ്പോ ഒരു എംപ്ലോയർ എംപ്ലോയിക്ക് മീൽസ് അഥവാ ഫുഡ് കൊടുക്കുകയാണ് അല്ലെ, ലഞ്ച് കൊടുക്കുകയാണ്. അപ്പോ ആ ലഞ്ചിന്റെ പ്രൈസ് ₹50, അതായത് 50 രൂപ വരെയാണ് അതിന്റെ വാല്യൂ എങ്കിൽ അതിന് ടാക്സ് കൊടുക്കണ്ട. ഇനിയിപ്പോ ഒരു എംപ്ലോയർ എംപ്ലോയിക്ക് 100 രൂപ വാല്യൂ വരുന്ന ഫുഡിനുള്ള പൈസ കൊടുക്കുകയാണ്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മള് ഇതിന്റെ ടാക്സബിൾ വാല്യൂ എത്രയാണ്? 50 രൂപ വരെ നമ്മൾ അതിന് ടാക്സ് കൊടുക്കണ്ട. ബാക്കി വരുന്ന 50 രൂപ ഉണ്ടല്ലോ, അതിന് ടാക്സ് കൊടുക്കണം. ഇവിടെ കാരണം നോക്കി നോക്കൂ, മീൽസിന്റെ റേറ്റ് എത്രയാണ്? 100 rupees ആണ്. അപ്പൊ അതിൽ 50 രൂപ വരെ ടാക്സ് ഫ്രീ ആണ്. അതിന്റെ മുകളിലേക്ക് വരുന്ന പൈസക്ക് ആര് ടാക്സ് കൊടുക്കണം? എംപ്ലോയി ടാക്സ് കൊടുക്കണം. അപ്പൊ എക്സസ് എമൗണ്ട് എംപ്ലോയി ടാക്സ് അടക്കേണ്ടി വരും. ഇനിയിപ്പോ നോൺ ട്രാൻസ്ഫറബിൾ ആയിട്ട്, അതായത് ഒരു കൂപ്പൺ ഒക്കെ ആയിട്ട്, ഇപ്പൊ മീല് കൂപ്പൺ ആയിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൂപ്പൺ ആയിട്ട് കൊടുക്കുമല്ലോ, അതായത് 100 രൂപയുടെ മീൽസിന്റെ ഒരു കൂപ്പൺ, അത് നമുക്ക് വേറൊരു ആൾക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റാത്തൊരു കൂപ്പൺ ആണ്. ഇപ്പൊ എംപ്ലോയർ എംപ്ലോയിക്ക് ഇതുപോലെ കൂപ്പൺ ആണ് കൊടുക്കുന്നത്. അപ്പൊ അത് 50 രൂപയുടെ കൂപ്പൺ ആണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ടാക്സ് കൊടുക്കേണ്ട. നേരെ മറിച്ച് 50 രൂപയേക്കാൾ മുകളിലുള്ള ഒരു റേറ്റിലാണ് ഈ കൂപ്പണിലെ മീൽസിന്റെ എമൗണ്ട് എന്നുണ്ടെങ്കിൽ അതിന് ഈ എംപ്ലോയി ടാക്സ് കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് പറയുന്നത്. ഇപ്പൊ നിങ്ങളുടെ ടെക്സ്റ്റിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പൊ ഇതിൽ നിങ്ങളോട് ചോദിക്കുന്നത് എന്താണ്? ടീ ഓർ കോഫിക്ക് വേണ്ടിയിട്ട് ചെലവാക്കിയിട്ടുള്ള ക്യാഷിന്റെ എമൗണ്ട് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ലഞ്ചിന് ചെലവാക്കിയിട്ടുള്ള ക്യാഷിന്റെ എമൗണ്ട് തന്നിട്ടുണ്ട് അല്ലെ. ഇപ്പൊ നമ്മളോട് എന്താ പറയുന്നത് നോക്കി നോക്കൂ. ഇതില് നമുക്ക് ടീ ഓർ കോഫി ഓഫീസ് ഹവറിൽ ടീ ഓർ കോഫി പ്രൊവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല അല്ലെ, അതിന് ടാക്സബിൾ വാല്യൂ നില്ലാണ്. ഇവിടെ നമ്മൾ ലഞ്ചിന് ഈ എംപ്ലോയർ എംപ്ലോയിക്ക് കൊടുക്കുന്നത് എത്രയാണ്? 300 days ആണ് ഉള്ളത്. അതിൽ ഒരു ഡേ 100 രൂപ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പൊ മൊത്തം ആ ഒരു ഇയറില് ലഞ്ചിന് മാത്രമായിട്ട് ഈ എംപ്ലോയറുടെ കയ്യിൽ നിന്ന് എത്ര രൂപ ചെലവായി? 300 × 100 അല്ലെ, 30,000 രൂപ ചെലവായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് 50 രൂപ വരെ നമുക്ക് ടാക്സ് ഫ്രീ ആണ്. അപ്പൊ 300 × 50 ചെയ്ത് നോക്കുക അല്ലെ, അപ്പൊ എത്ര കിട്ടും? 15,000 രൂപ കിട്ടും അല്ലെ, 15,000 രൂപ കിട്ടും. പക്ഷെ ഇവിടെ വേറൊരു കേസ് പറയുന്നുണ്ട്. എന്താ? ഇപ്പൊ ഇവിടെ 100 രൂപയാണ് ലഞ്ചിന്റെ പ്രൈസ്. അതില് 40 രൂപ ആരെടുക്കുന്നുണ്ട്? എംപ്ലോയി എടുക്കുന്നുണ്ട് അല്ലെ. ബാക്കി വരുന്ന 10 രൂപയാണ് ആരെടുക്കുന്നത്? ബാക്കി വരുന്ന 60 രൂപയാണ് എംപ്ലോയർ എടുക്കുന്നത്. ഇങ്ങനെയാണ് അല്ലെ. അതായത് മൊത്തം മീൽസിന്റെ പ്രൈസ് 100 രൂപയാണ്. അതിൽ 40 രൂപ ആരെടുക്കുന്നുണ്ട്? എംപ്ലോയി എടുക്കുന്നുണ്ട്. ബാക്കി വരുന്ന 60 രൂപയാണ് എംപ്ലോയർ എടുക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഇതിൽ 50 രൂപ വരെ എന്താണ്? ടാക്സ് ഫ്രീ ആണ്. അപ്പൊ മൊത്തം ഈ ഫുഡിന്റെ വില 100 രൂപയാണ്. അങ്ങനെ 300 ഡേയ്സിൽ എത്ര രൂപയുടെ ഫുഡ് വാങ്ങുന്നുണ്ട്? 30,000 രൂപയുടെ ഫുഡ് വാങ്ങുന്നുണ്ട് ഒരു വർഷത്തിൽ. 300 ഡേയ്സിൽ അല്ലെ, 300 × 100 30,000 രൂപയുടെ ഫുഡ് വാങ്ങുന്നുണ്ട്. ഓക്കെ, ദെൻ ഇതില് 50 രൂപ വരെ നമുക്ക് ടാക്സ് ഫ്രീ കിട്ടും എന്നാ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ 300 × 50 എത്രയാണ്? 15,000. പക്ഷെ ഇതിൽ അതും പോരാഞ്ഞിട്ട് 40 രൂപ ആരാ കൊടുക്കുന്നത്? എംപ്ലോയി ആണ് കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 300 × 40 അപ്പൊ എത്ര കിട്ടും നമുക്ക്? 300 × 40 12,000 കിട്ടും അല്ലെ. അപ്പൊ മൊത്തം ടാക്സബിൾ വാല്യൂ എത്രയാണ്? ടോട്ടൽ ഫുഡിന്റെ വാല്യൂ 30,000 അല്ലെ. അതിൽ നിന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എന്ത്? 50 രൂപ വരെ ടാക്സ് ഫ്രീ ആണ്. ഓക്കെ, 50 രൂപയുടെ വാല്യൂ നമ്മൾ കണ്ടു. എത്ര രൂപയാണ്? 300 × 50 15,000. അത് കുറക്കണം. പിന്നെ എത്രയാണ് കുറക്കേണ്ടത്? പ്ലസ് ഇതിൽ 40 രൂപ ആരാണ് എടുത്തിട്ടുള്ളത്? 40 രൂപ ആരാ എടുത്തിട്ടുള്ളത്? എംപ്ലോയി ആണ് എടുത്തിട്ടുള്ളത്. അത് നമ്മൾ ഇതിലേക്ക് കൂട്ടാൻ പറ്റുമോ? ഇല്ല. അപ്പൊ മൊത്തം എത്ര കിട്ടും നമുക്ക്? 40 × 300 12,000. അപ്പൊ ഇവിടെ മൊത്തം ഈ ഒരു കേസില് നമുക്ക് ഇത്രയും രൂപ അല്ലെ, അതായത് ഇപ്പോ 15,000 + 12,000.
ഓക്കെ, അതായത് ഒരു 27,000 ടാക്സ് ഫ്രീ ആണ് അല്ലെ. ബാക്കി വരുന്ന 30,000 മൈനസ് 27,000, ബാക്കി എത്ര കിട്ടും? 3,000. ഈ 3,000 ആണ് എന്ത്? ടാക്സ് ഫ്രീ ടാക്സബിൾ ആയിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ഇങ്ങനെയൊന്നും നോക്കണ്ട, ഇങ്ങനെ നോക്കിയാൽ മതി. മൊത്തം ഫുഡിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 100 രൂപയാണ്. ഇതില് 100 രൂപയിൽ 40 രൂപ ആരടക്കുന്നുണ്ട്? എംപ്ലോയി അടക്കുന്നുണ്ട്. ബാക്കി എംപ്ലോയർ എടുക്കുന്നത് 60 രൂപയാണ് അല്ലെ. എംപ്ലോയർ എടുക്കുന്നത് 60 രൂപയാണ്. ഇതിൽ 50 രൂപ നമുക്ക് ടാക്സ് ഫ്രീ ആണ് അല്ലെ. 50 രൂപ വരെ മീൽസിന് നമ്മൾ ടാക്സ് കൊടുക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. ബാക്കി ഇനി ഇതിൽ എത്ര രൂപയുണ്ട്? 10 അല്ലെ. ഈ 10 × 300 അപ്പൊ എത്ര കിട്ടും? 3,000. അതാണ് എന്ത്? ടാക്സബിൾ വാല്യൂ എന്ന് പറയുന്നത്, ഫുഡിന്റെ ടാക്സബിൾ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അതുപോലെ തന്നെ ഇനി അടുത്ത നോക്കി നോക്കാം. എനി ഗിഫ്റ്റ് ഓർ വൗച്ചർ ഓർ ടോക്കൺ അല്ലെ. ഇപ്പൊ ഇവിടെ എന്താണ് ഗിഫ്റ്റ്? ഇപ്പൊ ഒരു എംപ്ലോയിക്ക് ഗിഫ്റ്റ് കൊടുക്കുകയാണ്. അപ്പോ ആ ഗിഫ്റ്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് 5,000-നേക്കാളും കുറവാണെങ്കിൽ, 5,000-നേക്കാളും കുറവോ അല്ലെങ്കിൽ അതിന് ഈക്വലോ ആണ് എന്നുണ്ടെങ്കിൽ അത് ടാക്സ് ഫ്രീ ആണ്. ദെൻ ഗിഫ്റ്റിന്റെ വാല്യൂ 5,000-നേക്കാളും കൂടുതലാണ് എന്നുണ്ടെങ്കിൽ എത്ര രൂപയാണോ 5,000-നേക്കാളും കൂടിയത് ആ എക്സസ് എമൗണ്ട് ടാക്സബിൾ ആണ്. ഓക്കെ, ഇനിയിപ്പോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറൊരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോ ക്യാഷ് ആയിട്ട് ഗിഫ്റ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചെക്ക് ആയിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് 5,000-ന്റെ റൂള് കീപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ആ ഫുൾ എമൗണ്ടും ടാക്സബിൾ ആണ്. അപ്പൊ ഇവിടെ നമ്മൾ എപ്പോഴാണ് ഈ 5,000-ന്റെ റൂള് നമ്മൾ നോക്കേണ്ടത്? കൈൻഡ് ആയിട്ട് നമ്മൾ എന്തെങ്കിലും സാധനങ്ങളായിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ മാത്രമാണ് ഈ 5,000-ന്റെ റൂള് നോക്കേണ്ടതുള്ളൂ. ക്യാഷ് ഓർ ചെക്ക് ആയിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഫുൾ എമൗണ്ടും ടാക്സ് കൊടുക്കേണ്ടി വരും. ഓക്കെ, ദെൻ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു എംപ്ലോയർ അയാളുടെ എംപ്ലോയിക്ക് ദീപാവലിക്ക് ഒരു 4,000 രൂപയുടെ ഗിഫ്റ്റ് കൊടുത്തു. അപ്പൊ അതിന് ടാക്സ് കൊടുക്കണ്ട. ഇനി എന്താണ്, ഒരു എംപ്ലോയിക്ക് ഒരു 7,000 റുപ്പീസിന്റെ എന്തെങ്കിലും ഒരു വൗച്ചർ കൊടുത്തു, ഗിഫ്റ്റ് വൗച്ചർ കൊടുത്തു. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതിൽ 5,000 രൂപ വരെ ടാക്സ് ഫ്രീ ആണ് അല്ലെ. അപ്പൊ ബാക്കി ഇനി എത്ര ഉണ്ട്? 7,000. 5,000 രൂപ വരെ ടാക്സ് ഫ്രീ ആണ്. ബാക്കിയുള്ള 2,000-ന് മാത്രം ടാക്സ് അടിച്ചാൽ മതി. അതായത് 7,000-ന്റെ ഗിഫ്റ്റ് ആണ് കൊടുത്തത് അല്ലെ. അതിൽ 5,000 എന്താണ്? ടാക്സ് ഫ്രീ ആണ്. ബാക്കി ഇനി എത്ര ഉണ്ട്? 2,000 അല്ലെ. ഈ 2,000-നാണ് എംപ്ലോയി ടാക്സ് പേ ചെയ്യേണ്ടത്. അപ്പൊ ടാക്സബിൾ എമൗണ്ട് ആയിട്ട് ഇയാളുടെ ടാക്സബിൾ സാലറിയില് ഈ 2,000 എംപ്ലോയി കാണിക്കണം. ഓക്കെ, ദെൻ അടുത്തത് നോക്കി നോക്കാം. ക്രെഡിറ്റ് കാർഡ് ഫെസിലിറ്റി. ക്രെഡിറ്റ് കാർഡ് ഫെസിലിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? എംപ്ലോയിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എംപ്ലോയറുടെ ക്രെഡിറ്റ് കാർഡ് പ്രൊവൈഡ് ചെയ്യുക അല്ലെ. അപ്പൊ അതിന്റെ ടാക്സബിൾ വാല്യൂ എങ്ങനെയാ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ടോട്ടൽ എക്സ്പെൻസസ്, എംപ്ലോയറുടെ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്തിട്ട് എംപ്ലോയി ചെലവാക്കിയിട്ടുള്ള ടോട്ടൽ എക്സ്പെൻസസ് മൈനസ് ഒഫീഷ്യൽ എക്സ്പെൻസസ്. ഓഫീസ് എക്സ്പെൻസിന് വേണ്ടിയിട്ടാണ് ഈ എംപ്ലോയറുടെ ക്രെഡിറ്റ് കാർഡ് എംപ്ലോയി യൂസ് ചെയ്തത് എങ്കിൽ അതിന് എംപ്ലോയി ടാക്സ് കൊടുക്കണോ? വേണ്ട. അപ്പൊ എന്ത് ചെയ്യണം? നമ്മുടെ ഒഫീഷ്യൽ എക്സ്പെൻസസ് അതിൽ നിന്ന് മൈനസ് ചെയ്യുക. ഇനി ഈ എംപ്ലോയി വേറെ എന്തെങ്കിലും പേയ്മെന്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ അതും അതിൽ നിന്ന് മൈനസ് ചെയ്യുക. ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ക്രെഡിറ്റ് കാർഡ് ഫെസിലിറ്റി എംപ്ലോയിക്ക് കൊടുക്കുന്നത് എംപ്ലോയിയുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഈ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്തിട്ട് ചെലവാക്കിയിട്ടുണ്ടെങ്കിൽ അത് മാത്രമാണ് എന്ത്? ടാക്സ് ആയിട്ട് അല്ലെങ്കിൽ ടാക്സബിൾ വാല്യൂ ആയിട്ട് ഈ എംപ്ലോയിയുടെ സാലറിയിൽ കാണിക്കേണ്ടത്. ദെൻ അടുത്ത നോക്കി നോക്കാം. അപ്പൊ ഇതിനു മുന്നേ ഇവിടെ ഓഫീസ് എക്സ്പെൻസ് ആണ് നമ്മൾ പറഞ്ഞു. എന്ത്? ഓഫീസ് എക്സ്പെൻസിന് വേണ്ടിയിട്ടാണ് ഈ എംപ്ലോയറുടെ ക്രെഡിറ്റ് കാർഡ് ഈ എംപ്ലോയി എടുത്തിട്ടുള്ളത് എങ്കിൽ അത് നമ്മൾ തെളിയിച്ചു കൊടുക്കണം അല്ലെ. അതായത് പ്രോപ്പർ റെക്കോർഡ്സ് ആര് മെയിൻറ്റെയിൻ ചെയ്യണം? എംപ്ലോയി മെയിൻറ്റെയിൻ ചെയ്യണം. ഇത് ഒഫീഷ്യൽ പർപ്പസിന് വേണ്ടി എടുത്തിട്ടുള്ള ചെലവുകളാണ് എന്നുള്ളത്. ഓക്കെ, അപ്പൊ അതിനൊരു സർട്ടിഫിക്കറ്റും നൽകണം. ഇത് ഒഫീഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ടുള്ള ചെലവുകളാണ് എന്നുള്ളതിനുള്ള ഒരു സർട്ടിഫിക്കറ്റും പ്രൊവൈഡ് ചെയ്യണം. എങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യുള്ളൂ? ഇതിന് ഒഫീഷ്യൽ പർപ്പസിന് ടാക്സ് ഫ്രീ കിട്ടുള്ളൂ. ദെൻ അടുത്ത നോക്കി നോക്കാം. ക്ലബ് എക്സ്പെൻഡിച്ചർ അല്ലെ. ക്ലബ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ എന്താണ്? ഇപ്പോ കമ്പനി ഒരു പ്രത്യേക എംപ്ലോയീസിന് വേണ്ടിയിട്ട് മാത്രം ക്ലബ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അല്ലെ, അപ്പൊ അതിന്റെ ടാക്സബിൾ വാല്യൂ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്?
ടോട്ടൽ എക്സ്പെൻസസ് അതിൽ ഒഫീഷ്യൽ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ക്ലബ് എക്സ്പെൻഡിച്ചർ ആണെന്നുണ്ടെങ്കിൽ അത് മൈനസ് ചെയ്യാം. ഇനി ക്ലബ് എക്സ്പെൻഡിച്ചറുമായി ബന്ധപ്പെട്ട് എംപ്ലോയി എന്തെങ്കിലും പേ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും മൈനസ് ചെയ്യാം. ബാക്കി ഈ എംപ്ലോയർ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ക്ലബ് എക്സ്പെൻഡിച്ചർ ഈ എംപ്ലോയി എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ചെലവ് എംപ്ലോയർ ആണ് അടച്ചിട്ടുള്ളത് എങ്കിൽ അതാണ് അതിന്റെ ടാക്സബിൾ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ എല്ലാ എംപ്ലോയീസിനും ഇപ്പൊ ഈ ഒരു ക്ലബ് എക്സ്പെൻഡിച്ചർ, അതായത് ഒരു ക്ലബ്ബ്, ഇപ്പൊ ഒരു സ്പോർട്സ് ക്ലബ്ബ്, അവിടെയുള്ള എല്ലാ എംപ്ലോയീസിനും ഈ എംപ്ലോയർ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ പ്രത്യേകിച്ച് ടാക്സ് കൊടുക്കണ്ട അല്ലെ. ഇപ്പൊ അതായത് ഇപ്പൊ ഒരു സ്പോർട്സ് ക്ലബ്ബ് അവിടെയുള്ള എല്ലാ എംപ്ലോയീസിനും ഒരുപോലെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് എംപ്ലോയർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്ത് കൊടുക്കണ്ട? ടാക്സ് കൊടുക്കണ്ട, അത് ടാക്സ് ഫ്രീ ആണ്. ഓക്കെ, അടുത്തൊരു ഫ്രിഞ്ച് ബെനിഫിറ്റ് നോക്കാം. യൂസ് ഓഫ് എംപ്ലോയേഴ്സ് മൂവബിൾ അസറ്റ്സ് ബൈ ആൻ എംപ്ലോയി ഓർ എനി മെമ്പർ ഓഫ് ഹിസ് ഹൗസ് ഹോൾഡ്സ് അല്ലെ. ഇവിടെ എന്താ പറയുന്നത്? ഒരു എംപ്ലോയറിന്റെ മൂവബിൾ അസറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ലാപ്ടോപ്പോ അല്ലെങ്കിൽ കാറോ അത് ആര് യൂസ് ചെയ്യുന്നു? എംപ്ലോയി യൂസ് ചെയ്യാനാണ്. പോയിന്റ് ശ്രദ്ധിക്കണം. എംപ്ലോയറിന്റെ മൂവബിൾ അസറ്റ് എംപ്ലോയി യൂസ് ചെയ്യുന്നു. അതല്ലെങ്കിൽ എംപ്ലോയിയുടെ ഫാമിലി മെമ്പേഴ്സ് ആരെങ്കിലും എംപ്ലോയറിന്റെ മൂവബിൾ അസറ്റ് യൂസ് ചെയ്യുന്നെങ്കിൽ അത് ഒരു ഫ്രിഞ്ച് ബെനിഫിറ്റ് ആണ്. അപ്പൊ എങ്ങനെയാണ് അതിന്റെ ടാക്സ് ട്രീറ്റ്മെന്റ് എന്ന് നോക്കാം. ഇപ്പോ ഒരു കമ്പ്യൂട്ടർ അല്ലെങ്കിൽ കമ്പ്യൂട്ടറോ ലാപ്ടോപ്പോ ആണ് ഒരു എംപ്ലോയറിന്റെ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ലാപ്ടോപ്പ് എംപ്ലോയി യൂസ് ചെയ്യുകയാണെങ്കിൽ അതെന്താണ്? കംപ്ലീറ്റ് ആയിട്ടും ടാക്സ് ഫ്രീ ആണ്. പോയിന്റ് ശ്രദ്ധിക്കണം. യൂസ് ഓഫ് കമ്പ്യൂട്ടർ ഓർ ലാപ്ടോപ്പ് അത് ആരെ യൂസ് ചെയ്യുന്നത്? എംപ്ലോയി. അത് കംപ്ലീറ്റ് ആയിട്ടും എക്സംപ്റ്റഡ് ആണ്, ടാക്സ് കൊടുക്കണ്ട, ടാക്സ് ഫ്രീ ആണ്. ഇനി അതുപോലെ തന്നെ അതർ മൂവബിൾ അസറ്റ്സ് ആണെങ്കിലോ, അതായത് നമ്മുടെ കാറോ അല്ലെങ്കിൽ ഫർണിച്ചറോ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ അതും എംപ്ലോയറിന്റെ സ്വന്തം ഓണർഷിപ്പിലുള്ള ഒരു കാറ് അല്ലെങ്കിൽ ഫർണിച്ചർ എംപ്ലോയി യൂസ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ടാക്സബിൾ വാല്യൂ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ടാക്സബിൾ വാല്യൂ ഈസ് ഈക്വൽ ടു 10% പെർ ഇയർ ഓഫ് ഒറിജിനൽ കോസ്റ്റ്. ഓക്കെ, എങ്ങനെയാണ് ചെയ്യുന്നത്? ഇതിലിപ്പോ കാറോ അല്ലെങ്കിൽ ഫർണിച്ചറോ അല്ലെ, അത് സ്വന്തം ഓണർഷിപ്പിലുള്ള കാറ് അല്ലെങ്കിൽ ഫർണിച്ചർ എംപ്ലോയറിന്റെ കാർ ഓർ ഫർണിച്ചർ എംപ്ലോയി യൂസ് ചെയ്യാണെന്നുണ്ടെങ്കിൽ അതിന്റെ ടാക്സബിൾ വാല്യൂ ഈസ് ഈക്വൽ ടു 10% വാല്യൂ ഓഫ് ഒറിജിനൽ കോസ്റ്റ്. 10% പെർ ഇയർ ഓഫ് ഒറിജിനൽ കോസ്റ്റ്. അപ്പൊ അതാണ് അതിന്റെ ടാക്സബിൾ വാല്യൂ. ഇനി ഈ കാറ് അല്ലെങ്കിൽ ഫർണിച്ചർ ഒക്കെ ഈ എംപ്ലോയർ റെന്റിന് എടുത്തിട്ടുള്ളതാണ്, അതാണ് ഈ എംപ്ലോയി യൂസ് ചെയ്യുന്നത് എങ്കിൽ എങ്ങനെയാണ് അതിന്റെ ടാക്സബിൾ വാല്യൂ കാണുന്നത്? ടാക്സബിൾ വാല്യൂ ഈസ് ഈക്വൽ ടു ആക്ച്വൽ റെന്റ് പെയ്ഡ് ബൈ ദി എംപ്ലോയർ. അതായത് ഈ കാറിനും അല്ലെങ്കിൽ ഈ ഫർണിച്ചർ ആണെങ്കിൽ അതിന് ഈ എംപ്ലോയർ അടക്കുന്ന റെന്റ് വാല്യൂ എത്രയാണോ അതാണ് ഇതിന്റെ ടാക്സബിൾ വാല്യൂ. അപ്പൊ ആ റെന്റ് വാല്യൂ ഇപ്പൊ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ മന്ത്ലി ഒരു കാറിന് 5000 രൂപ വെച്ചിട്ട് അടക്കുന്ന ഒരു കാറാണെങ്കിൽ അത് ആര് യൂസ് ചെയ്യാണ്? എംപ്ലോയി യൂസ് ചെയ്യാണ്. എംപ്ലോയർ റെന്റ് അടക്കുന്ന ഒരു കാറ് എംപ്ലോയി യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ടാക്സബിൾ വാല്യൂ എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? എംപ്ലോയർ എത്രയാണോ ആ കാറിന് അടക്കുന്ന റെന്റ് അല്ലെ, ഇപ്പൊ മന്ത്ലി 5000 ആണെന്നുണ്ടെങ്കിൽ ഇയറിലേക്ക് കൺവേർട്ട് ചെയ്യാം, അതാണ് അതിന്റെ ടാക്സബിൾ വാല്യൂ എന്ന് പറയുന്നത്. ഇൻ കേസ് ഇനി എംപ്ലോയിക്ക് അതിൽ ഇപ്പൊ ഒരു എംപ്ലോയറിന്റെ സ്വന്തം ഓണർഷിപ്പിലുള്ള ഒരു കാറ് എംപ്ലോയി യൂസ് ചെയ്യാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു അതിന്റെ ടാക്സബിൾ വാല്യൂ അതിന്റെ ഒറിജിനൽ കോസ്റ്റിന്റെ 10% ആണ്. ഇനി എംപ്ലോയിക്ക് ആ കാറിന്റെ മുകളിൽ എന്തെങ്കിലും ചെലവ് വന്നിട്ടുണ്ടെങ്കിൽ അത് അതിൽ നിന്ന് മൈനസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇപ്പൊ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാറിന്റെ പ്രൈസ് 5 ലക്ഷം രൂപയുള്ള ഒരു കാറ്. ഓക്കെ, അത് എംപ്ലോയി യൂസ് ചെയ്യുന്നു. അപ്പൊ നിങ്ങൾ നോക്കണം, ഇത് എംപ്ലോയറിന്റെ സ്വന്തം ഉടമസ്ഥതയിലുള്ള കാറാണോ അതോ റെന്റിനെടുത്ത കാറാണോ എന്ന് നോക്കണം. ഇപ്പൊ ഇവിടെ നമ്മുടെ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ
ഒരു എംപ്ലോയർ സ്വന്തം ഉടമസ്ഥതയിലുള്ള ഒരു 5 ലക്ഷത്തിന്റെ കാറ് ഈ എംപ്ലോയിക്ക് യൂസ് ചെയ്യാൻ കൊടുത്തു. അപ്പൊ അതിന്റെ ടാക്സബിൾ വാല്യൂ എങ്ങനെ കാണും? ഈ 5 lakhന്റെ 10%, അതായത് 5 lakhന്റെ 10% എത്രയായിരിക്കും? 50,000 രൂപ അല്ലെ? അപ്പൊ അതില് ഈ എന്താണ് എംപ്ലോയി ഇതിലേക്ക് കുറച്ച് എമൗണ്ട് ഈ കാറിന്റെ മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ യൂസ് ചെയ്യുമ്പോൾ അയാൾക്ക് കുറച്ച് എക്സ്പെൻസസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ എംപ്ലോയിക്ക് ഇപ്പൊ ഒരു 10,000 ചെലവായിട്ടുണ്ട് എന്ന് വിചാരിച്ചോളൂ. അപ്പൊ എങ്ങനെയായിരിക്കും ഇതിന്റെ ടാക്സബിൾ വാല്യൂ? 50,000 മൈനസ് ഈ എംപ്ലോയിക്ക് ചെലവായിട്ടുള്ള എക്സ്പെൻസസ് അഥവാ 10,000 ഈസ് ഈക്വൽ ടു 40,000. അതാണ് ഫൈനൽ ടാക്സബിൾ വാല്യൂ. 5 ലക്ഷം വിലയുള്ള ഒരു കാറിന് എംപ്ലോയിക്ക് യൂസ് ചെയ്യാൻ കൊടുത്തു. അതിന്റെ ടാക്സബിൾ വാല്യൂ എന്ന് പറയുമ്പോൾ 10% ആണ്, കോസ്റ്റിന്റെ 10%. അപ്പൊ നമുക്ക് 50,000 എന്ന് കിട്ടും. അതിലൊരു 10,000 എംപ്ലോയിക്ക് കുറച്ച് ചെലവായിട്ടുണ്ട്, അത് അതിൽ നിന്ന് കുറക്കുക. ബാക്കി 40,000 രൂപയാണ് ടാക്സബിൾ വാല്യൂ ആയിട്ട് നമ്മൾ കാണിക്കേണ്ടത്. ഓക്കെ, ദെൻ അടുത്ത നോക്കി നോക്കാം, ട്രാൻസ്ഫർ. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് യൂസ് ആയിരുന്നു. ഇതെന്താണ്? ട്രാൻസ്ഫർ ഓഫ് മൂവബിൾ അസറ്റ് ആണ്. ഒരു എംപ്ലോയർ അസറ്റ്, അതായത് മൂവബിൾ അസറ്റ്, എംപ്ലോയറിന്റെ മൂവബിൾ അസറ്റ് എംപ്ലോയീസിന് പെർമനന്റ്ലി കൊടുക്കുകയാണ്, ട്രാൻസ്ഫർ ചെയ്യാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് അതിന്റെ ടാക്സബിൾ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? അപ്പൊ ഇവിടെ സാധാരണഗതിയിൽ ഒരു മൂവബിൾ അസറ്റ് ഒരു എംപ്ലോയിക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ, പെർമനന്റ്ലി ട്രാൻസ്ഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ വാല്യൂ ഈസ് ഈക്വൽ ടു depreciated written down value of asset. Okay, then depreciated value ആണ്. ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് റിട്ടൺ ഡൗൺ വാല്യൂ മെത്തേഡിലാണ്. ദെൻ അപ്പൊ ഇനി ഡിഫറെന്റ് അസറ്റുകൾക്ക് ഡിഫറെന്റ് റൂൾ ആണ്. ഒരു കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ലാപ്ടോപ്പ് അതാണ് എംപ്ലോയിക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് എങ്കിൽ അതിന്റെ ടാക്സബിൾ വാല്യൂ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? ഇവിടെ ശ്രദ്ധിക്കണം, നേരത്തെ കേസിൽ നമ്മൾ യൂസ് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഇവിടെ എന്താണ്? ട്രാൻസ്ഫർ അല്ലെ? ഇപ്പൊ ട്രാൻസ്ഫർ ചെയ്യാണ്, പെർമനന്റ്ലി കൊടുക്കുകയാണ്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യാ? ഒരു കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ലാപ്ടോപ്പ് യൂസ് ചെയ്യാൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചു എന്താണ്? അത് ടാക്സ് ഫ്രീ ആണ് എന്ന്. ഇത് പെർമനന്റ്ലി ട്രാൻസ്ഫർ ചെയ്യാണെന്നുണ്ടെങ്കിൽ അതിന്റെ ടാക്സബിൾ വാല്യൂ എങ്ങനെയാണ്? കമ്പ്യൂട്ടർ അല്ലെങ്കിൽ മറ്റ് ഇലക്ട്രോണിക് ഐറ്റംസിന്റെ പെർമനന്റ്ലി ട്രാൻസ്ഫർ ആണ് എന്നുണ്ടെങ്കിൽ 50% ഡിപ്രീസിയേഷൻ പെർ ഇയർ. അതും റിട്ടൺ ഡൗൺ വാല്യൂ മെത്തേഡില് ഈ മൂവബിൾ അസറ്റിന്റെ 50% ഡിപ്രീസിയേഷൻ വാല്യൂ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, ദെൻ ഇനി ഒരു മോട്ടോർ കാർ ആണ് ഇതുപോലെ എംപ്ലോയിക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് എങ്കിൽ അതിന്റെ 20% ഡിപ്രീസിയേഷൻ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. അതാണ് അതിന്റെ ടാക്സബിൾ വാല്യൂ. ഇനി മറ്റുള്ള നമ്മളിപ്പോ ക്യാമറ, ഫ്രിഡ്ജ് അതുപോലെയുള്ള അതർ അസറ്റ്സുകളാണ് ഈ എംപ്ലോയിക്ക് പെർമനന്റ്ലി ട്രാൻസ്ഫർ ചെയ്യുന്നത് എങ്കിൽ അതിന്റെ 10% ഡിപ്രീസിയേഷൻ വാല്യൂ, അതും സ്ട്രൈറ്റ് ലൈൻ മെത്തേഡിലാണ് ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട പോയിന്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ്, മോട്ടോർ കാർ ഇത് മൂന്നും റിട്ടൺ ഡൗൺ വാല്യൂ മെത്തേഡിലെ ഡിപ്രീസിയേഷൻ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതർ അസറ്റുകൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഫ്രിഡ്ജ്, ക്യാമറ പോലെയുള്ള അതർ അസറ്റ്സുകൾ ആണെന്നുണ്ടെങ്കിൽ 10% ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതും സ്ട്രൈറ്റ് ലൈൻ മെത്തേഡിലാണ് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇപ്പൊ നമ്മുടെ ഈ ഇലക്ട്രോണിക് ഐറ്റംസ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ? ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പോ കമ്പ്യൂട്ടർ ഓർ ഇലക്ട്രോണിക് ഐറ്റംസ്. ഈ ഇലക്ട്രോണിക് ഐറ്റംസ് എന്നുള്ളതിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത്? നമ്മുടെ കമ്പ്യൂട്ടർ, പ്രിന്റർ, ഡാറ്റ സ്റ്റോറേജ്. നമ്മൾ നേരത്തെ കേസിൽ പറഞ്ഞല്ലോ, കമ്പ്യൂട്ടർ ഓർ ഇലക്ട്രോണിക് ഐറ്റംസ് എംപ്ലോയിക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 50% ഓഫ് റിട്ടൺ ഡൗൺ വാല്യൂ മെത്തേഡിൽ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതാണ് അതിന്റെ ടാക്സബിൾ വാല്യൂ എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ഇവിടുത്തെ ഇലക്ട്രോണിക് ഐറ്റംസ് എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ ഉൾപ്പെടും? കമ്പ്യൂട്ടർ, പ്രിന്റർ, ഡാറ്റ സ്റ്റോറേജ്. ഓക്കെ, ഇനി ഇതിൽ ഉൾപ്പെടാത്ത ഈ നമ്മൾ നേരത്തെ പറഞ്ഞ ആ 50% ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആ ഒരു ഇലക്ട്രോണിക് ഐറ്റത്തിൽ ഉൾപ്പെടുത്താത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? വാഷിംഗ് മെഷീന്, മൈക്രോവേവ്, മിക്സർ, ദാറ്റ് മീൻസ് ഹൗസ് ഹോൾഡ് ഐറ്റംസുകളൊന്നും നമ്മൾ ആ ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്തില്ല. ഓക്കെ, ദെൻ നമ്മൾ അതർ അസറ്റ്സിന്റെ കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? 10% സ്ട്രൈറ്റ് ലൈൻ മെത്തേഡിൽ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ അല്ലെ? അപ്പൊ അതിൽ നമ്മൾ എങ്ങനെയാണ്? ഫ്രിഡ്ജ്,
വീഡിയോ ക്യാമറാസ്, ഇതൊക്കെ അതിൽ ഉൾപ്പെടുത്തും. ഓക്കെ, ഇനിയിപ്പോ ഇതിലിപ്പോ എംപ്ലോയി എന്തെങ്കിലും എമൗണ്ട് ഇതിന് വേണ്ടിയിട്ട് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യാവുന്നതാണ്, അത് നമുക്ക് ഡിഡക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇപ്പൊ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കമ്പ്യൂട്ടർ എംപ്ലോയർ എംപ്ലോയിക്ക് ട്രാൻസ്ഫർ ചെയ്തു. അതിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 1 lakh ആണെന്ന് വിചാരിച്ചോ, 1 lakh ആണെന്ന് വിചാരിക്കുക. അപ്പൊ ഇവിടെ ഇപ്പൊ ഇത് ഓൾറെഡി എന്താണ് ഈ യൂസ് ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പൊ അതായത് യൂസ്ഡ് ഫോർ 2 years അല്ലെ, 2 വർഷത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തു. അപ്പൊ ഇവിടെ ആഫ്റ്റർ 1 year, 1 വർഷം കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യാണ് നോക്കാം. ഒരു വർഷം കഴിഞ്ഞതിന് ശേഷം ഇതിന്റെ 50%, ഓക്കെ, ഇതിന്റെ 50% എടുക്കുക. 1 വർഷം കഴിയുമ്പോ അതിന്റെ വാല്യൂ എത്രയായിരിക്കും ഡിപ്രീസിയേഷൻ? അതായത് ശ്രദ്ധിക്കണം, നമ്മളിപ്പോ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിലാണ് ഇതിന്റെ ഡിപ്രീസിയേഷന്റെ കോസ്റ്റ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ ഇവിടെ 1 lakh ആണ് ആ ഒരു കമ്പ്യൂട്ടറിന്റെ വാല്യൂ. ഓക്കെ, ദെൻ ഇതിന്റെ 50% എന്ന് പറയുമ്പോൾ, അതായത് 50% എന്ന് പറയുമ്പോൾ 1 lakhന്റെ 50% എത്രയാണ്? 50,000 ആണ് അല്ലെ. നമുക്ക് ഒരു വർഷം കഴിയുമ്പോ ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 50,000 ആണ്. അത് എങ്ങനെ കിട്ടിയത്? 1 lakhന്റെ 50% കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുക എന്താണ്? 50,000 ആണ്. ഇനി ആഫ്റ്റർ 2 years, 2ാമത്തെ വർഷം ഇതിന്റെ വാല്യൂ എത്രയാണ്? ഇതിന്റെ ഇനി നിങ്ങൾ 1 lakhന്റെ അല്ല എടുക്കേണ്ടത്, നമ്മൾ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ എടുക്കുക? സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ് ആണെന്നുണ്ടെങ്കിൽ ഡിപ്രീസിയേഷൻ എല്ലാ വർഷവും സെയിം ആയിരിക്കും, നിങ്ങൾക്ക് അറിയുണ്ടായിരിക്കും. പക്ഷെ ഇവിടെ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് ആണ്. ഇവിടെ നമ്മൾ നോക്കി നോക്കൂ, ഇവിടെ 50,000ന്റെ 50% എന്ന് പറയുമ്പോ എന്താ? 50,000ന്റെ പകുതി. അപ്പൊ എത്ര വരും? 25,000 അല്ലെ. അപ്പൊ ഇതിന്റെ കോസ്റ്റ് എത്രയാണ് 2ാമത്തെ വർഷത്തില്? 25,000 രൂപ. ഓക്കെ, അപ്പോ ഇങ്ങനെയാണ് നമ്മൾ ടാക്സബിൾ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദെൻ ഇനി അടുത്തത് നമുക്ക് നോക്കാം, എനി അതർ ബെനഫിറ്റ്സ്, അമ്യൂണിറ്റി ഓർ സർവീസ്, റൈറ്റ് ഓർ പ്രിവിലേജ് പ്രൊവൈഡഡ് ബൈ ദി എംപ്ലോയി, പ്രൊവൈഡഡ് ബൈ എംപ്ലോയർ അല്ലെ. ഇപ്പൊ ഇവിടെ എന്താണ്? എംപ്ലോയർ വേറെ എന്തെങ്കിലും മുകളിൽ പറയാത്ത വേറെ എന്തെങ്കിലും എക്സ്ട്രാ ബെനിഫിറ്റോ അല്ലെങ്കിൽ സ്പെഷ്യൽ പ്രിവിലേജസോ ഒക്കെ ഈ എംപ്ലോയിക്ക് കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതും ഒരു ഫ്രിഞ്ച് ബെനിഫിറ്റ് ആണ്. അതിന്റെ ടാക്സബിൾ വാല്യൂ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? കോസ്റ്റ് ടു എംപ്ലോയർ മൈനസ് എംപ്ലോയി കോൺട്രിബ്യൂഷൻ. ഓക്കെ, ഇപ്പൊ ഇവിടെ അതായത് എത്രയാണോ ഈ എംപ്ലോയിക്ക് വേണ്ടിയിട്ട് ചെലവാക്കിയിട്ടുള്ള എക്സ്പെൻസസ്, അതാണ് അതിന്റെ ടാക്സബിൾ വാല്യൂ. ഇനി എംപ്ലോയിക്ക് അതിൽ നിന്ന് എന്തെങ്കിലും എക്സ്പെൻസ് ചെലവായിട്ടുണ്ടെങ്കിൽ അത് അതിൽ നിന്ന് മൈനസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ജിമ്മില് മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് എംപ്ലോയിക്ക് വേണ്ടിയിട്ട് ഒരു 20,000 പേ ചെയ്തു. ഓക്കെ, ഇപ്പൊ ഇവിടെ നോക്കി നോക്കൂ, എംപ്ലോയർ 20,000 രൂപ എന്തിനു വേണ്ടിയിട്ടാണ് അടച്ചത്? എംപ്ലോയിക്ക് ജിമ്മിൽ മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അവിടെ അതിന് ശേഷം എംപ്ലോയിക്ക് അതിലൊരു 5,000 രൂപയുടെ എക്സ്പെൻസും വന്നിട്ടുണ്ട്. 20,000 രൂപയാണ് എംപ്ലോയർ പേ ചെയ്തത്, അതില് 5,000 രൂപ ആര് പേ ചെയ്തിട്ടുണ്ട്? നമ്മുടെ എംപ്ലോയി പേ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ടാക്സബിൾ വാല്യൂ എത്രയാണ്? എംപ്ലോയർ എത്രയാ പേ ചെയ്തത്? 20,000. എംപ്ലോയിക്ക് എത്രയാണ് ചെലവ് വന്നത്? 5,000. അപ്പൊ അതിന്റെ ടാക്സബിൾ വാല്യൂ 20,000 മൈനസ് 5,000 ഈസ് ഈക്വൽ ടു 15,000. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ ഇതൊക്കെയാണ് ഈ ഒരു ഫ്രിഞ്ച് ബെനിഫിറ്റില് പറയുന്ന കാര്യങ്ങൾ. ഓക്കെ, നമ്മൾ ഇതുവരെ പഠിച്ചത് ഈ എല്ലാ എംപ്ലോയീസിനും ടാക്സബിൾ ആവുന്ന കുറച്ച് പെർക്വിസൈറ്റ്സിനെ കുറിച്ചിട്ടാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്പെസിഫൈഡ് എംപ്ലോയീസിന് മാത്രം ടാക്സബിൾ ആവും അല്ലെങ്കിൽ ടാക്സ് കൊടുക്കേണ്ട കുറച്ച് പെർക്വിസൈറ്റ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പൊ ആരാണ് സ്പെസിഫൈഡ് എംപ്ലോയി എന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അതായത് ഒരു സ്ഥാപനത്തിന്റെ ഡയറക്ടർ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു എംപ്ലോയി, അതല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ഒരു ഫേമില് 20%-ലധികം സബ്സ്റ്റൻഷ്യൽ ഇൻട്രസ്റ്റ് ഉള്ള ഒരു വ്യക്തി, ഒരു എംപ്ലോയി, അതല്ലെങ്കിൽ മോണിറ്ററി സാലറി ആയിട്ട്
50,000 മുകളിൽ സാലറി വാങ്ങിക്കുന്ന എംപ്ലോയി. ഈ 3 കാറ്റഗറിയിൽ പെടുന്ന എംപ്ലോയീസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്പെസിഫൈഡ് എംപ്ലോയീസ് എന്ന് വിളിക്കുന്നത്. അതായത് ഇപ്പൊ ഒരു സ്ഥാപനത്തിലെ ഡയറക്ടർ ആയിട്ട് അയാൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ അയാൾ എംപ്ലോയി ആണ് പ്ലസ് ഡയറക്ടറും ആണ്. അങ്ങനെയാണെങ്കിൽ അയാൾ ആരാണ്? ഒരു സ്പെസിഫൈഡ് എംപ്ലോയി ആണ്. ഇനി അതല്ലെങ്കിൽ ഒരു കമ്പനിയുടെ 20% ഷെയറുകൾ കൈവശം വെച്ചിട്ടുള്ള ഒരു വ്യക്തി, അയാൾ ആ ഒരു കമ്പനിയിലെ എംപ്ലോയിയുമാണ്. അങ്ങനെയാണെങ്കിൽ അയാളെയും നമ്മൾ എന്ത് വിളിക്കും? സ്പെസിഫൈഡ് എംപ്ലോയി എന്ന് വിളിക്കും. അതുപോലെ തന്നെ 50,000 മുകളിൽ സാലറി വാങ്ങുന്ന മോണിറ്ററി സാലറി ആയിട്ട് മാത്രം, ക്യാഷ് ആയിട്ടുള്ള സാലറി 50,000 മുകളിൽ വാങ്ങുന്ന ഒരു വ്യക്തിയെയും നമ്മൾ എന്ത് വിളിക്കും? സ്പെസിഫൈഡ് എംപ്ലോയി എന്ന് വിളിക്കും. അപ്പൊ ഈ 3 കാറ്റഗറിയിൽ പെടുന്ന ഒരു എംപ്ലോയി ആണെങ്കിൽ അവരുടെ കൈകളിൽ എത്തുമ്പോൾ മാത്രം ടാക്സ് കൊടുക്കേണ്ട കുറച്ച് പെർക്വിസൈറ്റ്സിനെ കുറിച്ചിട്ടാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നോക്കാം. അതിൽ ഒന്നാമത്തതാണ് വാല്യുവേഷൻ ഓഫ് ഫെസിലിറ്റി ഓഫ് മോട്ടോർ കാർ, റൂൾ 3 അല്ലെ, സബ് റൂൾ 2. ഓക്കെ, ഇപ്പൊ ഇവിടെ എന്താ പറയുന്നത്? ഒരു എംപ്ലോയിക്ക് മോട്ടോർ കാർ നൽകുകയാണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അത് ഒരു പെർക്വിസൈറ്റ് ആണ് എന്ന് നമുക്കറിയാം അല്ലെ. ഇത് ഒരു സ്പെസിഫൈഡ് എംപ്ലോയിക്കാണ് ഇതുപോലെ ഒരു മോട്ടോർ കാർ കിട്ടുന്നത് എങ്കിൽ മാത്രമേ ഇത് ടാക്സ് കൊടുക്കേണ്ടതുള്ളൂ. ഓക്കെ, ദെൻ നോക്കാം. അപ്പൊ നമുക്ക് ഇത് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഒന്നാമത്തതാണ് എംപ്ലോയർ ഓൺ ചെയ്യുന്ന അല്ലെങ്കിൽ എംപ്ലോയറുടെ ഓണർഷിപ്പിലുള്ള, എംപ്ലോയറിന്റെ സ്വന്തമായിട്ടുള്ള ഒരു കാറ് അല്ലെങ്കിൽ എംപ്ലോയർ വാടകയ്ക്ക് എടുത്തിട്ടുള്ള ഒരു കാറ് ഈ എംപ്ലോയിക്ക് നൽകുകയാണ്. ഓക്കെ, ഇനി അതിന്റെ മെയിൻ്റനൻസും റണ്ണിങ് എക്സ്പെൻസസും ഒക്കെ വഹിക്കുന്നത് ആരാണ്? എംപ്ലോയർ ആണ്. അപ്പൊ നിങ്ങൾ പോയിന്റ് നോട്ട് ചെയ്യേണ്ടത്, ഈ കാറിന്റെ ഓണർ അല്ലെങ്കിൽ വാടക അടക്കുന്നത് ആരാണ്? എംപ്ലോയർ ആണ്. ഇതിന്റെ റണ്ണിങ് ആൻഡ് മെയിൻ്റനൻസ് എടുക്കുന്നത് ആരാണ്? ആ എക്സ്പെൻസ് എടുക്കുന്നതും എംപ്ലോയർ ആണെങ്കിൽ, അതാണ് ഒന്നാമത്തെ കേസ്. ആണെങ്കിൽ എങ്ങനെയാണ് അതിന്റെ ടാക്സബിൾ വാല്യൂ? അപ്പൊ നമ്മൾ ഈ ഒരു കേസിനെ നമുക്ക് 3 കേസുകളായിട്ട് വീണ്ടും ഡിവൈഡ് ചെയ്യാം. ഇപ്പൊ നമ്മൾ എന്താ പഠിച്ചത്? ഇപ്പോ കാറിന്റെ ഓണർ എംപ്ലോയർ ആണ്, അതിന്റെ മെയിൻ്റനൻസ് എക്സ്പെൻസ് എടുക്കുന്നതും എംപ്ലോയർ ആണ്. ഇനി ഈ കാറ് ഒരു ഓഫീസ് പർപ്പസിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിലോ? എംപ്ലോയറിന്റെ കാറാണ്, അതിന്റെ റണ്ണിങ് ആൻഡ് മെയിൻ്റനൻസ് എടുക്കുന്നത് എംപ്ലോയർ ആണ്. അത് എംപ്ലോയി എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ഒഫീഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്കറിയാം അതിന്റെ ടാക്സബിൾ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? നില്ലാണ്. അതിന് ടാക്സ് കൊടുക്കണ്ട. കാരണം എന്താ? ഈ കാർ ഈ എംപ്ലോയി യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒഫീഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ടാണ്, അയാളുടെ പേഴ്സണൽ ആവശ്യത്തിനല്ല. പേഴ്സണൽ ആവശ്യത്തിനാവുമ്പോഴാണല്ലോ ഇതിനെ നമ്മൾ പെർക്വിസൈറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ദെൻ ഇനി അപ്പൊ അതിന് നമ്മൾ ടാക്സ് കൊടുക്കണ്ട. ഇനി അടുത്തത് നോക്കാം. ഒരു എംപ്ലോയറിന്റെ ഓണർഷിപ്പിലോ അല്ലെങ്കിൽ എംപ്ലോയർ റെന്റ് കൊടുക്കുന്നതോ ആയിട്ടുള്ള കാറ്, അതിന്റെ റണ്ണിങ് ആൻഡ് മെയിൻ്റനൻസ് എക്സ്പെൻസ് അടക്കുന്നതൊക്കെ എംപ്ലോയർ ആണ്. അത് ഈ എംപ്ലോയി യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇയാളുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക്, കംപ്ലീറ്റ് ആയിട്ടും ഇയാളുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ എങ്ങനെയാണ് അതിന്റെ ടാക്സബിൾ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക? അപ്പൊ എന്താണ്, എങ്ങനെയാണ് അതിന്റെ ടാക്സബിൾ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? അപ്പൊ ഇവിടെ ആക്ച്വൽ എമൗണ്ട് സ്പെൻഡ് ബൈ ദി എംപ്ലോയർ നമ്മൾ പഠിച്ചു. എന്ത്? ഇതിന്റെ റണ്ണിങ് ആൻഡ് മെയിൻ്റനൻസ് എക്സ്പെൻസസ് എടുക്കുന്നത് ആരാണ്? എംപ്ലോയർ ആണ്. അപ്പൊ ആ എക്സ്പെൻസസ് എത്രയാണ് എന്ന് നോക്കുക. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ റണ്ണിങ് ആൻഡ് മെയിൻ്റനൻസ് എക്സ്പെൻസ് ഈ എംപ്ലോയർക്ക് വന്ന ചെലവ് എന്ന് പറയുന്നത് ഒരു 2000 രൂപയാണെന്ന് വിചാരിച്ചോ. അത് പ്ലസ് സാലറി ഓഫ് എ ഷോഫർ എന്ന് പറഞ്ഞാൽ എന്താ? ഡ്രൈവർ. ഇപ്പൊ ഈ ഡ്രൈവർ ഫെസിലിറ്റിയും കൂടെ, കാറിന്റെ കൂടെ ഒരു ഡ്രൈവറിനെയും കൂടി ആര് കൊടുക്കുന്നുണ്ട്? എംപ്ലോയർ കൊടുക്കുന്നുണ്ട്. അതിന്റെ സാലറി ആരാ അടക്കുന്നത്? എംപ്ലോയർ ആണ്. അങ്ങനെ അയാൾക്ക് കൊടുക്കുന്ന സാലറി എത്രയാണോ? ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഡ്രൈവർക്ക് മാസം ഒരു 6000 രൂപ കൊടുക്കുന്നുണ്ട് എന്ന് വിചാരിച്ചോ. മാസം ഒരു 6000 രൂപ കൊടുക്കുന്നുണ്ട് എന്ന് വിചാരിച്ചോ. പെർ മന്ത്, നമ്മൾ ഇയറിലേക്ക് കൺവേർട്ട് ചെയ്യണേ, പെർ മന്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, പ്ലസ് 10% ഓഫ് ആക്ച്വൽ കോസ്റ്റ്. ആ കാറിന്റെ വില എന്ന് പറയുന്നത് ഒരു 5 ലക്ഷം ആണെന്ന് വിചാരിക്കുക. ഈ 5 ലക്ഷത്തിന്റെ 10% എടുക്കുക. എത്രയാണ്? 50,000.
ഇനി ഈ കാറ് ഈ എംപ്ലോയറിന്റെ ഓണർഷിപ്പിൽ ഉള്ളതല്ല, എംപ്ലോയർ ഇത് വാടകയ്ക്ക് എടുത്ത കാറാണ് എന്ന് വിചാരിക്കുക. ഇപ്പൊ സ്വന്തമായിട്ട് വാങ്ങിയപ്പോ കാറിന്റെ പൈസയായിട്ട് 5 ലക്ഷം കൊടുത്തു. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ 10% എടുക്കുക. ഇനിയിപ്പോ ഇയാള് റെന്റിന് എടുത്തൊരു കാറാണ്. റെന്റിന് എടുത്ത കാറിന് ഈ എംപ്ലോയർ റെന്റ് അടക്കുന്നത് എത്രയാണ്? ഒരു 10,000 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ റെന്റിന് എടുത്തതാണെങ്കിൽ ആ 10,000 ആണ് ഇവിടെ എഴുതേണ്ടത്. ഈ 50,000 പകരം 10,000 ആണ് എഴുതേണ്ടത്. ഇപ്പൊ നമ്മുടെ എക്സാമ്പിൾ ഇപ്പോ ഈ എംപ്ലോയറിന്റെ സ്വന്തം കാറാണ്, അതിന്റെ കോസ്റ്റ് 5 lakh ആണെങ്കിൽ അതിന്റെ 10% എത്രയാണ്? 50,000 എടുക്കുക. ഓക്കെ, അപ്പൊ ഇത് മൂന്നും കൂട്ടുന്നു, ദെൻ മൈനസ്. ഇനി ഈ എംപ്ലോയിയുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഈ കാറിന് വേണ്ടിയിട്ട് ചെലവ് വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ ഈ 3 എമൗണ്ടും കൂടെ കൂട്ടിയതിന് ശേഷം എംപ്ലോയിക്ക് വന്ന ചെലവ് അവിടെ മൈനസ് ചെയ്യുക. അപ്പൊ നമുക്ക് കിട്ടുന്നതാണ് എന്ത്? ടാക്സബിൾ വാല്യൂ ഓഫ് മോട്ടോർ കാർ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ ഒരു കാൽക്കുലേഷൻ നമ്മൾ എപ്പോഴാണ് ചെയ്യുന്നത്? കാറ് എംപ്ലോയറിന്റെ ഓണർഷിപ്പിലുള്ളതോ അല്ലെങ്കിൽ എംപ്ലോയർ റെന്റിന് എടുത്തതോ ആയിരിക്കണം. രണ്ടാമത്തത് എന്താ പറയുന്നത്? ഇതിന്റെ റണ്ണിങ് ആൻഡ് മെയിൻ്റനൻസ് എക്സ്പെൻസസ് മുഴുവനായിട്ടും എംപ്ലോയർ ആണ് വഹിക്കുന്നത് എങ്കിൽ, ഈ കാറ് ഈ എംപ്ലോയി അയാളുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക്, കംപ്ലീറ്റ് ആയിട്ടും പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എടുക്കുന്നത് എങ്കിൽ നമ്മൾ അതിന്റെ ടാക്സബിൾ വാല്യൂ കാണുന്നതിനുള്ള ഇക്വേഷൻ ആണ് ഈ പറയുന്നത്. ഇനി നമ്മൾ അടുത്തൊരു കേസ് നോക്കേണ്ടത്, ഈ എംപ്ലോയറിന്റെ ഓണർഷിപ്പിലുള്ളതോ അല്ലെങ്കിൽ എംപ്ലോയർ വാടക കൊടുക്കുന്നതോ ആയിട്ടുള്ള ഒരു കാറ്, അതിന്റെ റണ്ണിങ് ആൻഡ് മെയിൻ്റനൻസ് എക്സ്പെൻസസ് മുഴുവനും എംപ്ലോയർ ആണ് വഹിക്കുന്നത്. പക്ഷെ ഈ കാർ യൂസ് ചെയ്യുന്നത് മുഴുവനായിട്ടും പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല. ഈ കാർ ഈ എംപ്ലോയി പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഓഫീസ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ എങ്ങനെയാ അതിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാ? ഇപ്പൊ ശ്രദ്ധിക്കണം, നോക്കി നോക്കാം. അതായത് ഇപ്പൊ നിങ്ങൾ നോക്കേണ്ടത് ഈ ഒരു ഇനി നമ്മൾ പറയാൻ പോകുന്ന ഇക്വേഷൻ എപ്പോഴാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്? പാർഷ്യലി ഫോർ ഒഫീഷ്യൽ ആൻഡ് പാർഷ്യലി ഫോർ പേഴ്സണൽ യൂസ്. അതായത് പേഴ്സണൽ യൂസിനും അതുപോലെ തന്നെ ഒഫീഷ്യൽ യൂസിനും കൂടി ഈ എംപ്ലോയി ഈ കാർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ഇനി പറയുന്ന ഇക്വേഷൻ യൂസ് ചെയ്യേണ്ടത്. രണ്ടിനും കൂടി യൂസ് ചെയ്യാണ്, ഒഫീഷ്യൽ പർപ്പസിനും പേഴ്സണൽ പർപ്പസിനും കൂടി യൂസ് ചെയ്യുമ്പോഴാണ് ഈ ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ നോക്കാം. അപ്പൊ നിങ്ങൾ ഇതിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആ കാറിന്റെ എൻജിൻ കപ്പാസിറ്റി എത്രയാണെന്ന് നോക്കുക. നമ്മൾക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരിക്കും കാറിന്റെ എൻജിൻ കപ്പാസിറ്റി. ഇപ്പൊ എൻജിൻ കപ്പാസിറ്റി ഒക്കെ നോക്കി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം, ആ കാറ് ഒഫീഷ്യൽ പർപ്പസിനും പേഴ്സണൽ പർപ്പസിനും കൂടി രണ്ടിനും കൂടി ഒരുമിച്ച് ഉപയോഗിക്കുമ്പോഴാണ് ഈ എൻജിൻ കപ്പാസിറ്റി ഒക്കെ നോക്കേണ്ടത്. ഇപ്പൊ ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരിക്കും അതിന്റെ എൻജിൻ കപ്പാസിറ്റി എത്രയാണ് എന്നുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ ഇപ്പോ കാറിന്റെ എൻജിൻ കപ്പാസിറ്റി 1.6 ലിറ്ററിനേക്കാളും കുറവോ അല്ലെങ്കിൽ അതുവരെയോ അപ് ടു 1.6 ലിറ്റർ. എൻജിൻ കപ്പാസിറ്റി 1.6 ലിറ്റർ വരെ ആണെങ്കിൽ ആ കാറിന്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 1800 പെർ മന്ത് ആണ്. പെർ മന്ത് ആണ്. നമ്മൾ അത് ഇയറിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതായത് 1800 into 12 ചെയ്യണം. ഓക്കെ, അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, നമ്മൾ ഒരു എംപ്ലോയി ഒരു കാറ് പാർഷ്യലി ഒഫീഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ടും പാർഷ്യലി പേഴ്സണൽ പർപ്പസിന് വേണ്ടിയിട്ടും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതിന്റെ എൻജിൻ കപ്പാസിറ്റി നോക്കിയിട്ടാണ്. എൻജിൻ കപ്പാസിറ്റി 1.6 ലിറ്റർ വരെ ആണെങ്കിൽ ആ കാറിന്റെ വാല്യൂ 1800 പെർ മന്ത് ആണ്. ഇനി ഷോഫർ സാലറി, ദാറ്റ് മീൻസ് ഡ്രൈവറിന് സാലറി കൊടുക്കുന്നുണ്ടെങ്കിൽ എത്രയാണ് ഡ്രൈവർ സാലറി? 9000 പെർ മന്ത്. അതിന്റെ കൂടെ ആഡ് ചെയ്യുക 1800 പെർ മന്ത്, അതായത് 1800 into 12 ചെയ്യണം. അപ്പൊ നമുക്കൊരു ആൻസർ കിട്ടും. അതിന്റെ കൂടെ ഡ്രൈവർ ഉണ്ടെങ്കിൽ അയാളുടെ സാലറി എത്രയാണ്? ഇതൊക്കെ ഫിക്സ്ഡ് ആണ് കേട്ടോ, 900 ആണ് അല്ലെ, 900 ആണ്. ഈ 900 into 12 ചെയ്യണം. ഓക്കെ, ദെൻ ഓക്കെ, ഇതാണ് എന്ത് ഈ ഒരു ഇതിന്റെ വാല്യുവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഓക്കെ, അപ്പൊ നമ്മളിപ്പോ 1800 പെർ മന്ത് അതുപോലെ തന്നെ
900 കൂടെ കൂട്ടുക. അപ്പൊ ടോട്ടൽ നമുക്കൊരു എമൗണ്ട് കിട്ടും. ദെൻ ഇനി അതുപോലെ തന്നെ അപ്പൊ അതാണ് എന്ത് നമ്മുടെ ഈ ഒരു പ്രൈവറ്റ് പർപ്പസിനും ഒഫീഷ്യൽ പർപ്പസിനും കൂടെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ കാറിന്റെ വാല്യൂ എന്ന് പറയുന്നത്. ഇനി ഈ എൻജിൻ കപ്പാസിറ്റി 1.6 ലിറ്ററിനേക്കാളും കൂടുതലാണെങ്കിലോ, അതായത് ഒരു കാറിന്റെ എൻജിൻ കപ്പാസിറ്റി 1.6 ലിറ്റർ വരെയാണെങ്കിൽ അതിന്റെ വാല്യൂ 1800 പെർ മന്ത് ആണെന്ന് പറഞ്ഞു. ഇനി എൻജിൻ കപ്പാസിറ്റി 1.6 ലിറ്ററിനേക്കാളും കൂടുതലാണെങ്കിൽ അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 2400 പെർ മന്ത് ആണ്. അപ്പൊ നിങ്ങൾ 2400 ഇൻറ്റു 12 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു വാല്യൂ കിട്ടും. അതിന്റെ കൂടെ ഷോഫർ സാലറി അല്ലെ, ഡ്രൈവറിന് സാലറി കൊടുക്കണം. അതും ആരെന്നെയാണ് കൊടുക്കുന്നത്? എംപ്ലോയർ തന്നെയാണ് കൊടുക്കുന്നത്. ദെൻ എത്രയാണ് ഫിക്സഡ്, അതായത് ഡ്രൈവറിന്റെ സാലറി നമ്മൾക്ക് എത്രയാണ് തന്നിട്ടുള്ളതല്ല, അത് ഫിക്സഡ് ആണ്. എത്രയാണ്? 900 പെർ മന്ത്. അപ്പൊ ഇത് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു വാല്യൂ കിട്ടും. അപ്പൊ അതാണ് എന്ത്, ഒരു കാറ് അതിന്റെ ഓണറും അല്ലെങ്കിൽ അതിന്റെ ഹയർ ചാർജ് എടുക്കുന്നത് ഒരു എംപ്ലോയർ ആണ്. അതിന്റെ റണ്ണിങ് ആൻഡ് മെയിൻ്റനൻസ് എടുക്കുന്നതും എംപ്ലോയർ ആണ്. ഈ കാറ് ഈ എംപ്ലോയി എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ഫോർ പാർഷ്യലി ഒഫീഷ്യൽ പർപ്പസിനും പാർഷ്യലി പേഴ്സണൽ പർപ്പസിനും വേണ്ടിയിട്ടാണെങ്കിൽ നമ്മൾ ഇങ്ങനെയാണ് ഇതിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തൊരു ഭാഗം നോക്കാം. ഇനി വാല്യുവേഷൻ ഓഫ് ഫെസിലിറ്റി ഓഫ് മോട്ടോർ കാറിന്റെ നെക്സ്റ്റ് പാർട്ടാണ്. നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കാറ് ഓൺ ചെയ്യുന്നത് അല്ലെങ്കിൽ ഹയർ ചെയ്യുന്നത് എംപ്ലോയർ ആണ്. അതിന്റെ റണ്ണിങ് ആൻഡ് മെയിൻ്റനൻസ് എക്സ്പെൻസസ് എടുക്കുന്നതും എംപ്ലോയർ ആണ്. അപ്പൊ അങ്ങനെ 3 കേസുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ പറയുന്നത് അടുത്തത് എംപ്ലോയർ തന്നെയാണ്, അതായത് എംപ്ലോയറിന്റെ കാറാണ്, അതായത് എംപ്ലോയറിന്റെ സ്വന്തം ഉടമസ്ഥതയിലുള്ളതോ അതല്ലെങ്കിൽ എംപ്ലോയർ വാടകയ്ക്ക് എടുത്ത കാറോ ആണ്. പക്ഷേ അതിന്റെ മെയിൻ്റനൻസ്, റണ്ണിങ് ആൻഡ് മെയിൻ്റനൻസ് എക്സ്പെൻസസ് എടുക്കുന്നത് ആരാണ്? എംപ്ലോയി ആണെങ്കിൽ. ഫസ്റ്റ് കേസിൽ നമ്മൾ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? റണ്ണിങ് ആൻഡ് മെയിൻ്റനൻസ് എക്സ്പെൻസും അതിന്റെ കാറിന്റെ ഓണറും ഒക്കെ എംപ്ലോയർ ആണ്. ഇവിടെ വ്യത്യാസമുണ്ട് അല്ലെ? കാറിന്റെ ഓണർ അല്ലെങ്കിൽ കാറിന്റെ വാടക കൊടുക്കുന്നത് എംപ്ലോയർ ആണ്. പക്ഷേ ഇതിന്റെ റണ്ണിങ് ആൻഡ് മെയിൻ്റനൻസ് എക്സ്പെൻസസ് എടുക്കുന്നത് ആരാണ്? എംപ്ലോയി ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ടാക്സബിൾ വാല്യുവേഷൻ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? നമുക്കറിയാം 3 കേസ് ഉണ്ട്. ഏതൊക്കെയാണ് ആ 3 കേസ്? ഒന്ന്, ഈ കാറ് ഒഫീഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ടുള്ളതാണോ എന്ന് നോക്കുക. കംപ്ലീറ്റ് ആയിട്ടും ഈ കാറ് ഒഫീഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ നമുക്കറിയാം അതിന്റെ ടാക്സബിൾ വാല്യൂ എന്താണ്? നില്ലാണ് എന്നറിയാം അല്ലെ? അതാണ് ഒന്നാമത്തെ കേസ്. രണ്ടാമത്തെ കേസ്, ഈ കാറ് ഈ എംപ്ലോയി ഫുൾ ആയിട്ടും പേഴ്സണൽ യൂസിനാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ എങ്ങനെ അതിന്റെ അതിന്റെ ടാക്സബിൾ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യും? നോക്കാം. ഇവിടെ റണ്ണിങ് ആൻഡ് മെയിൻ്റനൻസ് എക്സ്പെൻസ് ആരാ എടുക്കുന്നത്? എംപ്ലോയി ആണ്, അത് എംപ്ലോയർ അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ കാറിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ കാറിന്റെ റെന്റിന് എടുത്ത കാറാണെങ്കിൽ ഈ എംപ്ലോയർ എത്രയാണ് ഹയർ ചാർജ് അഥവാ റെന്റ് ആയിട്ട് കൊടുക്കുന്നത് എന്ന് നോക്കുക. ഇനി അഥവാ ഈ കാറ് ഈ എംപ്ലോയറിന്റെ സ്വന്തം ഓണർഷിപ്പിലുള്ള കാറാണെങ്കിൽ, സ്വന്തം പൈസ കൊടുത്ത് വാങ്ങിയിട്ടുള്ള കാറാണെങ്കിൽ അതിന്റെ 10% ഡിപ്രീസിയേഷൻ എടുക്കാം. ദാറ്റ് മീൻസ് ഒരു കാറിന്റെ വില 5 ലക്ഷം ആണ് എന്നുണ്ടെങ്കിൽ അതിന്റെ നോർമൽ വിയർ ആൻഡ് ടിയർ 10% അഥവാ 5 lakhന്റെ 10% എടുക്കുക. ദെൻ ഡ്രൈവറിന്റെ സാലറി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എത്രയാണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരിക്കും, അത് അതിന്റെ കൂടെ ആഡ് ചെയ്യാം. ദെൻ മൈനസ് എംപ്ലോയിയുടെ കയ്യിൽ നിന്ന് ചെലവായിട്ടുള്ള എക്സ്പെൻസസ് എത്രയാണോ അത് മൈനസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇവിടെ ശ്രദ്ധിക്കണം. ഇത് ഈ കാൽക്കുലേഷൻ നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? ഇതിന്റെ ഓണർ അല്ലെങ്കിൽ റെന്റ് കൊടുക്കുന്നത് എംപ്ലോയർ ആണ്, പക്ഷെ ഇതിന്റെ റണ്ണിങ് ആൻഡ് മെയിൻ്റനൻസ് എക്സ്പെൻസ് എടുക്കുന്നത് എംപ്ലോയി ആണ്. ഈ കാറ് കംപ്ലീറ്റ് ആയിട്ടും പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ അതിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ദെൻ മൂന്നാമത്തെ കേസ് എന്താ പറയുന്നത്? ഈ കാറ് പകുതി ഒഫീഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ടും പകുതി പേഴ്സണൽ പർപ്പസിന് വേണ്ടിയിട്ടും യൂസ് ചെയ്യുന്നു, അഥവാ രണ്ടിനും ഇയാൾ യൂസ് ചെയ്യുന്നുണ്ട്. ഒഫീഷ്യൽ പർപ്പസിനും അതുപോലെ തന്നെ പേഴ്സണൽ പർപ്പസിന് വേണ്ടിയിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫിക്സ്ഡ് എമൗണ്ട് ആണ് അല്ലെ? അതായത് എൻജിൻ കപ്പാസിറ്റി നോക്കണം.
കാറിന്റെ എൻജിൻ കപ്പാസിറ്റി 1.6 ലിറ്റർ വരെയാണെങ്കിൽ ആ കാറിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 600 പെർ മന്ത് ആണ്. നേരത്തെ കേസിൽ എന്തായിരുന്നു അത് 1800 ആയിരുന്നു. എന്തുകൊണ്ടാണ് ഇപ്പൊ ഇത് മാറിയത്? ഇതിന്റെ റണ്ണിങ് ആൻഡ് മെയിൻ്റനൻസ് എക്സ്പെൻസ് എടുക്കുന്നത് എംപ്ലോയി ആണ് അല്ലെ? ഫസ്റ്റത്തെ കേസിൽ അതും എംപ്ലോയർ തന്നെയായിരുന്നു എടുത്തോണ്ടിരുന്നത്. ഇവിടെ എങ്ങനെയാണ് നോക്കി നോക്കുക, എൻജിൻ കപ്പാസിറ്റി നോക്കുക, 1.6 ലിറ്ററിനേക്കാളും കുറവോ അല്ലെങ്കിൽ അതിനോടൊപ്പമോ ആണെന്നുണ്ടെങ്കിൽ ₹600 പെർ മന്ത് ആണ് ഫിക്സഡ് ആയിട്ടുള്ളത്. ദെൻ ഷോഫർ സാലറി അഥവാ ഡ്രൈവർ സാലറി ₹900 പെർ മന്ത്. ഇത് രണ്ടും ഫിക്സഡ് ആണ് കേട്ടോ. അപ്പൊ 600 × 12 കാണണം, അതുപോലെ തന്നെ 900 × 12 കാണണം, ഇയറിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കേണ്ടത് മോട്ടോർ കാർ ഫെസിലിറ്റി എന്ന് പറഞ്ഞ് നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നോക്കേണ്ടത് എന്തൊക്കെയാണ്? അത് ആരുടെ കാറാണ്, എംപ്ലോയറിന്റെ കാറാണോ എന്ന് നോക്കണം. ദെൻ അതിന്റെ എക്സ്പെൻസ് ആരാണ് എടുക്കുന്നത് എന്ന് നോക്കണം. എംപ്ലോയി ആണോ എംപ്ലോയർ ആണോ ഇതിന്റെ എക്സ്പെൻസ് എടുക്കുന്നത് എന്ന് നോക്കണം. മൂന്നാമത്തത് ഈ കാറ് ഈ എംപ്ലോയി എന്തിനാണ് യൂസ് ചെയ്തിട്ടുള്ളത് എന്ന് നോക്കണം. ഇത്രയും കാര്യങ്ങൾ നോക്കിയിട്ട് വേണം ഇതിന്റെ വാല്യൂ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാൻ. ഓക്കെ, ദെൻ അതുപോലെ തന്നെ എൻജിൻ കപ്പാസിറ്റി 1.6 ലിറ്ററിനേക്കാളും കൂടുതലാണെങ്കിലോ? നേരത്തെ കേസിൽ നമ്മൾ 2400 പെർ മന്ത് ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇവിടുത്തെ കേസിൽ എത്രയാണ്? 900 പെർ മന്ത് അല്ലെ? ഡ്രൈവറിന്റെ സാലറി എത്രയാണ്? 900 പെർ മന്ത് തന്നെ. അത് എല്ലായിടത്തും സെയിം തന്നെയാണ്. ഷോഫർ അഥവാ ഡ്രൈവർ സാലറി 900 പെർ മന്ത് എല്ലായിടത്തും സെയിം ആണ്. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പൊ നമുക്കൊരു എമൗണ്ട് കിട്ടും. അതാണ് ഈ കാറ് കംപ്ലീറ്റ് ആയിട്ട് അല്ലെങ്കിൽ പകുതി ഒഫീഷ്യൽ പർപ്പസിനും പകുതി മിക്സഡ് ആയിട്ട് ഒഫീഷ്യൽ പർപ്പസിനും പേഴ്സണൽ പർപ്പസിനും വേണ്ടിയിട്ട് മിക്സഡ് ആയിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ്, ഇങ്ങനെയാണ് എൻജിൻ കപ്പാസിറ്റി നോക്കിയിട്ടാണ് അതിന്റെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അടുത്തൊരു ഭാഗം നോക്കാം. നമ്മൾ ഇപ്പോഴും മോട്ടോർ കാർ ഫെസിലിറ്റിയുടെ വാല്യൂ ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതില് ഇനി ഈ കാറിന്റെ ഓണർ എംപ്ലോയി ആണ്. എംപ്ലോയർ അല്ല, കാറിന്റെ ഓണർ എംപ്ലോയി ആണ്. ഇനി ഇതിന്റെ മെയിൻ്റനൻസ് ആൻഡ് റണ്ണിങ് എക്സ്പെൻസ് എടുക്കുന്നതും എംപ്ലോയി ആണെങ്കിൽ അതൊരു പെർക്യുസൈറ്റ് ആണോ? അല്ല അല്ലെ? കാറിന്റെ ഓണർ എംപ്ലോയി തന്നെയാണ്, അതിന്റെ റണ്ണിങ് ആൻഡ് മെയിൻ്റനൻസ് എക്സ്പെൻസ് എടുക്കുന്നതും എംപ്ലോയി ആണെങ്കിൽ അതൊരു പെർക്യുസൈറ്റ് ആവില്ലല്ലോ. എംപ്ലോയർ എംപ്ലോയിയുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് എന്തെങ്കിലും കൊടുത്തെങ്കിൽ മാത്രമേ അത് പെർക്യുസൈറ്റ് ആവുള്ളൂ. ഇവിടെ എന്താണ്? എംപ്ലോയിയുടെ കാറാണ്, അയാൾ തന്നെയാണ് അതിന്റെ മെയിൻ്റനൻസ് എടുക്കുന്നത്. സോ ഇതെന്തല്ല, ഒരു പെർക്യുസൈറ്റ് അല്ല, അതിന് ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി കാറിന്റെ ഓണർ എംപ്ലോയി തന്നെയാണ്, പക്ഷേ അതിന്റെ റണ്ണിങ് ആൻഡ് മെയിൻ്റനൻസ് എക്സ്പെൻസ് എടുക്കുന്നത് ആരാണ്? എംപ്ലോയർ ആണെങ്കിൽ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് 3 കേസുകൾ നോക്കാം. ആ കാറ് ഒഫീഷ്യൽ യൂസിന് വേണ്ടിയിട്ടാണ് എടുക്കുന്നത്. കാറിന്റെ ഓണർ എംപ്ലോയി ആണ്, പക്ഷെ അതിന്റെ റണ്ണിങ് ആൻഡ് മെയിൻ്റനൻസ് എക്സ്പെൻസ് എടുക്കുന്നത് ആരാണ്? എംപ്ലോയർ ആണെങ്കിൽ ആ കാർ ഈ എംപ്ലോയി എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ഒഫീഷ്യൽ യൂസിന് വേണ്ടിയിട്ടാണെങ്കിൽ അതിന് ടാക്സ് നില്ലാണ്, ടാക്സ് കൊടുക്കണ്ട, അതൊരു പെർക്യുസൈറ്റ് അല്ല. ദെൻ ഈ കാറ് പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ടാണ് എടുക്കുന്നതെങ്കിലോ അപ്പൊ നമ്മൾ എങ്ങനെയാ അതൊരു പെർക്യുസൈറ്റ് ആണ്. കാരണം എന്താ? കാറിന്റെ ഓണർ എംപ്ലോയി ആണ്, പക്ഷേ അതിന്റെ റണ്ണിങ് ആൻഡ് മെയിൻ്റനൻസ് എക്സ്പെൻസ് എടുക്കുന്നത് ആരാണ്? എംപ്ലോയർ ആണ്. ഈ കാർ ഈ എംപ്ലോയി എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ടാണ്. സോ ഇതൊരു പെർക്യുസൈറ്റ് ആണ്. അപ്പൊ എങ്ങനെയാ അതിന്റെ ടാക്സബിൾ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യും? ദെൻ ആക്ച്വൽ എക്സ്പെൻസസ് സ്പെൻഡ് ബൈ ദി എംപ്ലോയർ. എംപ്ലോയർ എത്ര രൂപയുടെ എക്സ്പെൻസ് ആണോ ഈ കാറിന് വേണ്ടിയിട്ട് ചെലവാക്കിയിട്ടുള്ളത് അതാണ് അതിന്റെ ടാക്സബിൾ വാല്യൂ. അപ്പൊ ഇവിടെ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒരു ജനറൽ പെർക്യുസൈറ്റ് ആണ് അല്ലെ? എല്ലാ എംപ്ലോയീസിനും ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരികയാണ് എന്നുണ്ടെങ്കിൽ സ്പെസിഫൈഡ് എംപ്ലോയീസിനും മാത്രമല്ല എല്ലാ എംപ്ലോയീസിനും ഇത് ടാക്സബിൾ ആയിട്ടുള്ള ഒരു പെർക്യുസൈറ്റ് ആണ്. ദെൻ ഇനി ഈ കാറ്, അതായത് എംപ്ലോയർ എക്സ്പെൻസസ് വഹിക്കുന്ന ഈ കാറ് ഉടമസ്ഥൻ എംപ്ലോയി തന്നെയാണെങ്കിലും പക്ഷെ അതിന്റെ എക്സ്പെൻസസ് ഒക്കെ എടുക്കുന്നത് ആരാണ്? എംപ്ലോയർ ആണ്. പക്ഷെ ഈ കാർ ഈ എംപ്ലോയി എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? പകുതി അല്ലെങ്കിൽ മിക്സ്ഡ് ആണ് രണ്ടിനും കൂടെ. അതായത് ഒഫീഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഈ കാർ യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ
ടാക്സബിൾ വാല്യൂ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും നോക്കാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, ആക്ച്വൽ എക്സ്പെൻസസ് പെയ്ഡ് ബൈ ദി എംപ്ലോയർ. എംപ്ലോയറിന്റെ കയ്യിൽ നിന്ന് ചെലവായിട്ടുള്ള എമൗണ്ട് എത്രയാണെന്ന് നോക്കുക. അതിൽ നിന്ന് ഈ കാറിന്റെ എൻജിൻ കപ്പാസിറ്റി നോക്കുക. എൻജിൻ കപ്പാസിറ്റി 1.6 ലിറ്ററിനേക്കാളും അതുവരെ അല്ലെങ്കിൽ അതിൽ കുറവോ അല്ലെങ്കിൽ അതുവരെയോ ആണെങ്കിൽ അതിന്റെ എമൗണ്ട് 1800 ആണ്. ഇത് ഫിക്സ്ഡ് ആണ്, പെർ മന്ത് കൊടുക്കുക. ദെൻ ഷോഫർ സാലറി ഉണ്ടെങ്കിൽ അതും കൂടെ അതിലേക്ക് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇവിടെ ഇപ്പം എൻജിൻ കപ്പാസിറ്റി നോക്കുക. എംപ്ലോയർ ചെലവാക്കിയിട്ടുള്ള തുകയിൽ നിന്ന് ഈ എൻജിൻ കപ്പാസിറ്റി 1.6 ലിറ്ററിനേക്കാളും കുറവോ അതുവരെയോ ആണെങ്കിൽ അതിന്റെ 1800 പെർ മന്ത് കാൽക്കുലേറ്റ് ചെയ്യുക. ഷോഫർ സാലറി ഉണ്ടെങ്കിൽ 900 അതും കൂടെ കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, ദെൻ ഇനി എൻജിൻ കപ്പാസിറ്റി 1.6 ലിറ്ററിനേക്കാളും കൂടുതലാണെങ്കിൽ അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 2400 പെർ മന്ത് ആണ്. പ്ലസ് ഷോഫർ സാലറി 900. ഇത് രണ്ടും കൂട്ടുക. അപ്പൊ നമുക്ക് എത്രയാണോ അതിൽ നിന്ന് എന്ത് ചെയ്യാം, നമ്മൾ എംപ്ലോയർ ചെലവാക്കിയിട്ടുള്ള എക്സ്പെൻസസ് മൈനസ് ചെയ്യുക. അപ്പൊ ഇങ്ങനെയാണ് കാറിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഇത് എപ്പോഴാണ് നമ്മൾ ഈ ഒരു സിറ്റുവേഷൻ നമ്മൾ യൂസ് ചെയ്യുക? കാറിന്റെ ഓണർ ആരാണെന്ന് നോക്കുക. ഈ കേസിൽ ഇവിടെ എംപ്ലോയി ആണ്. ദെൻ ഇതിന്റെ റണ്ണിങ് ആൻഡ് എക്സ്പെൻസസ് എടുക്കുന്നത് എംപ്ലോയർ ആണെങ്കിലാണ് ഇത് പെർക്വിസൈറ്റ് ആവുന്നുള്ളൂ. അപ്പോ അതും ഒഫീഷ്യൽ യൂസിനാണെന്നുണ്ടെങ്കിൽ അത് പെർക്വിസൈറ്റ് അല്ല. ദെൻ പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അപ്പൊ മാത്രമാണ് ഇത് പെർക്വിസൈറ്റ് ആവുന്നത്. അപ്പൊ എങ്ങനെയാണ് അതിന്റെ ടാക്സബിൾ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞു.